യൂറോപ്പിലേക്ക് ഒരു എൻട്രി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ ആ രാജ്യത്തേക്ക് എത്തുക എന്നുള്ളത്. വൺസ് നിങ്ങളൊരു സ്റ്റുഡൻറ്റ് വിസയിൽ ആ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എംപ്ലോയറേയും കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങളുടെ ഈ സ്റ്റുഡൻറ്റ് വിസ നിങ്ങൾക്ക് വർക്ക് വിസയായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മളൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അവിടെയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ചിലവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുമാത്രമല്ല ഈസി പ്രോസസ്സാണ്. അതുപോലെ IELTS അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി നമ്മളൊരു വർക്ക് വിസയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വർക്കിനായിട്ടാണ് നമ്മൾ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ കുറേ ഫോർമാലിറ്റീസ് നമുക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രശ്നം ഇതിൻ്റെ വിസ പ്രോസസ്സിന് എടുക്കുന്ന കാലാവധിയും കാലയളവും അത് കിട്ടാതിരിക്കാനുള്ള ചാൻസസ് നമുക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും സ്റ്റുഡൻറ്റ് വിസയിൽ എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ യൂറോപ്പിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ എത്താൻ സാധിക്കുന്ന ചില രാജ്യങ്ങളാണ് മാൾട്ട, ലാത്വിയ, ലിത്വാനിയ, സ്ലൊവേക്കിയ, സ്ലൊവാനിയ, സ്വീഡൻ ആൻഡ് ഫിൻലൻഡ്. ഇതെല്ലാം ഷെങ്കൻ കൺട്രീസ് ആണ്. ഷെങ്കൻ കൺട്രീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വൺസ് നമ്മളൊരു രാജ്യത്ത് എൻ്റർ ആയതിനു ശേഷം ബാക്കിയുള്ള 28 ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയി ട്രാവൽ ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാനും ആ വിസ കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള ഇൻടേക്സ് ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡു കോൺടാക്ട്.